ഖസാക്ക് കസവ് തട്ടത്തിന്റെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഒരു നേരത്തെ ആഹാരത്തിന് പോലും വഴിയില്ലാതെയായിരുന്നു മുഹമ്മദ് നബിയും റസൂലിന്റെ പുന്നാര മകൾ ഫാത്തിമ ബീവിയും ഫാത്തിമ ബീവിയുടെ പ്രാണപ്രിയനായ അലി അവർകളും അക്കാലത്ത് ജീവിച്ചിരുന്നത്. ഒരു പഴം തിന്നാൻ ആഗ്രഹം പ്രകടിപ്പിച്ച ഫാത്തിമ ബീവിക്ക് അലി ജോലി ചെയ്ത് പഴവുമായി വരുമ്പോഴാണ് വഴിയരികിൽ വിശന്നു പൊരിഞ്ഞ ഒരു ഫക്കീർ ആ പഴത്തിനായി ആവശ്യപ്പെടുന്നത്. പഴം ഫക്കീറിന് കൊടുത്ത് വെറും കൈയുമായി വീട്ടിലേക്ക് മടങ്ങിയെത്തിയ അലിയെ ഫാത്തിമ ബീവി സമാശ്വസിപ്പിക്കുന്ന ഒരു ശ്രദ്ധേയമായ ഇശൽ. രചന MK പള്ളിക്കര, ആലാപനം കണ്ണൂർ ഷെരീഫ്. മകൾ ഫാത്തിമ അലി ഹൈദറിൽ പ്രിയ വിടർ ഫാത്തിമ. നബിയുടെ മകൾ ഫാത്തിമ അലി ഹൈദറിൽ പ്രിയ വിടർ ഫാത്തിമ. ആശിച്ചോരുവാൻ പഴം തിന്നുവാൻ അത് പറഞ്ഞു വാങ്ങാൻ. ആശിച്ചോരുവാൻ പഴം തിന്നുവാൻ അത് കുമാരനോട് പറഞ്ഞു വാങ്ങാൻ. പറഞ്ഞോരാശ അതു സാധിപ്പിക്കുവാൻ ഇല്ലല്ലോ കാശ. ആറ്റി പോറ്റി വീടൻ പറഞ്ഞോരാശ അതു സാധിപ്പിക്കുവാൻ ഇല്ലല്ലോ കാശ. അത്ര ദരിദ്രമാം അവർ പരീക്ഷ അതിനാലുളം തന്നെ ഏറി നിരാശ. ഏറെ ചിന്തിച്ചില്ല തൊഴിലിനു പോയി എടുത്ത കൂലി വാങ്ങി പഴവുമായി. ഏറെ ചിന്തിച്ചില്ല തൊഴിലിനു പോയി എടുത്ത കൂലി വാങ്ങി പഴവുമായി. വരുന്ന വഴി തന്നിൽ ഒരു ഫക്കീർ വിശന്നു പോരിഞ്ഞു തൂകുന്നു കണ്ണീര്. വേഗം മാലിയാര പഴം കൊടുത്ത് വാങ്ങി തിന്നു ഫക്കീർ വിശപ്പും തീർത്ത്. വേഗം മാലിയാര പഴം കൊടുത്ത് വാങ്ങി തിന്നു ഫക്കീർ വിശപ്പും തീർത്ത്. വന്നു സൗജത്തോടി കഥ ഉരത്ത് ബീവി അതു കേട്ട് മനം കുളിർത്ത്.
മുത്തുമാണിമാരാ നിങ്ങൾ ചെയ്തത് എത്ര മഹത്തായ കാര്യമെന്നോർത്ത്. മുത്തുമാണിമാരാ നിങ്ങൾ ചെയ്തത് എത്ര മഹത്തായ കാര്യമെന്നോർത്ത്. ഏറെ പഴം തിന്നതിലും സന്തോഷം എന്റെ കൽബിലിന്ന് എത്ര ഉന്മേഷം. ആറ്റൽ നബിയുടെ മകൾ ഫാത്തിമ